മൂന്നാമതായിട്ട് ഈ ഉൾവിളികളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാ. തടസ്സപ്പെടുത്തുന്ന കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ ആ സമയത്തൊന്നും നമ്മൾ ഈ ചുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഹൃദയം ചലിപ്പിക്കാതിരിക്കരുത്. നമ്മൾ തടസ്സപ്പെടുത്താൻ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാകും, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരാകും. ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞ് നമ്മൾ തടസ്സപ്പെടുത്തും. അല്ലെങ്കിൽ നമ്മുടെ അലസതകളാകും. പിന്നെ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു മരവിപ്പ്. എന്നും ഈ കുർബാന അർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, എന്നും ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, എന്നും ഈ കാനോന നമസ്കാരം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മരവിപ്പ് എല്ലാവർക്കും ഉണ്ടാകും. പിന്നെ ഇങ്ങനെ ഒരു യാന്ത്രികമായിട്ട് പോവുകയാണ്. ഇങ്ങനെ ചെല്ലിക്കൂട്ടി ഇങ്ങനെ ഒരു യന്ത്രം സ്വിച്ച് ഓണാക്കിയെന്ന പോലെ തന്നെ ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. കൃത്യം 6:30 യാമപ്രാർത്ഥന തുടങ്ങി, കൃത്യം 9:30 ലലിയ പ്രാർത്ഥന തുടങ്ങി. നമ്മൾ ആലോചിച്ച് നോക്കി, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെല്ലിയ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന്. ആ മരവിപ്പിലേക്ക് നമ്മൾ കടന്നു വരാതിരിക്കണമെങ്കിൽ ഒരു ബോധ്യമുണ്ടാകണം. ബോധ്യമുള്ളവനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്റെ ചുണ്ടുകളെ ചലിപ്പിക്കാതിരിക്കാൻ നിരവധി തടസ്സങ്ങൾ പിശാചും കൂടെയുള്ള ജനക്കൂട്ടവും കൊണ്ടുവരുമെന്ന് ഓർക്കുക. ആ കാര്യം മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. എന്നാലാണ് ഈ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു വരുള്ളൂ. ദൈവം എന്നോട് സംസാരിക്കുന്നു. ദൈവം എന്നോട് സംസാരിക്കുന്നു. അന്തനോട് ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? എപ്പോഴെങ്കിലും ഈ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം എന്നോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ വാക്കുകൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നൊരു സമയം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. ഇത്രയും വർഷമായില്ലേ? അച്ഛനും ചിന്തിക്കണം, ഇവിടെ ആയിരിക്കുന്ന സമർപ്പിതരും ചിന്തിക്കണം, ഇവിടെ നിൽക്കുന്ന എല്ലാവരും ചിന്തിക്കണം. ഇത്രയും വർഷം ഒരു വിശ്വാസിയായി ജീവിച്ചിട്ട് ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ദൈവം എന്നോട് എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്നു വരുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 1ാമത്തെ സ്റ്റെപ്പിൽ തന്നെ ചിലർ വീണുപോകാറുണ്ട്, അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റെപ്പ് വിളിക്കാൻ പറ്റാതെ വീണുപോകാറുണ്ട്, അല്ലെങ്കിൽ 3ാമത്തെ എല്ലാവരും തടസ്സപ്പെടുത്തുന്ന ആരെങ്കിലുമൊക്കെ പറയും, വിളിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന്, നീ എന്തിനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കണേ, നിന്നെ എപ്പോഴും ദൈവം ശിക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തടസ്സപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ 4 കാര്യങ്ങളുണ്ടാകട്ടെ. ബോധ്യമുള്ളവനാകുക, നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുക. ആര് തടസ്സപ്പെടുത്തിയാലും ഒരു മരവിപ്പും ഒരു പ്രലോഭനവും എൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല. അപ്പോഴാണ് ദൈവം നിൽക്കുക. അങ്ങനെയുള്ള വിശ്വാസികളുടെ മുമ്പിൽ ദൈവം അറിയാതെ നിന്നു. എന്നിട്ട് അവനെ നോക്കും, നോക്കിയിട്ട് പറയും, അവനിങ്ങോട്ട് കൊണ്ടുപോവാ, അവനിങ്ങോട്ട് കൊണ്ടുപോവാ. എന്നിട്ട് അവനോട് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പ്രാർത്ഥിക്കാം.